പറവൂർ ന്യൂവെൽ ഫ്രണ്ട്സ് കൂട്ടായ്മയുടെയും ഗാന്ധി യൂത്ത് മൂവ്മെന്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പറവൂർ കണ്ണൻകുളങ്ങര LP സ്കൂളിൽ പഠനോപകരണ വിതരണം സംഘടിപ്പിച്ചു. ഡീഗൽ ഹോംസിന്റെ നേതൃത്വത്തിൽ നടന്ന പഠനോപകരണ വിതരണം വാർഡ് കൗൺസിലർ NI പൗലോസ് ഉദ്ഘാടനം ചെയ്തു. പറവൂർ ന്യൂവെൽ ഫ്രണ്ട്സ് കൂട്ടായ്മയും ഗാന്ധി യൂത്ത് മൂവ്മെന്റും സംയുക്തമായി ഡീഗൽ ഹോംസിന്റെ നേതൃത്വത്തിൽ കണ്ണൻകുളങ്ങര ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ച പഠനോപകരണ വിതരണം വാർഡ് കൗൺസിലർ NI പൗലോസ് ഉദ്ഘാടനം ചെയ്തു. മനുഷ്യരിലേക്ക് കുറച്ച് സങ്കുചിത ചിന്താഗതി, സെൽഫിഷ് എന്ന് വേണമെങ്കിൽ ഒരു വാക്ക് ഉപയോഗിക്കാം. ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ കോമ്പൗണ്ട്, എൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ വീടിൻ്റെ പരിസരത്തും മുമ്പുണ്ടായിരുന്ന പോലെയുള്ളൊരു സ്നേഹബന്ധം. നമ്മുടെ അയൽവക്കത്തുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, അവരുടെ ദുഃഖം എന്താണ്, അവരുടെ സന്തോഷം എന്താണ്, അതിലൊന്നും എന്തിനു പറയുന്നു, കുടുംബാംഗങ്ങൾ തമ്മിൽ തന്നെ. അതായത് ഇപ്പോൾ പണ്ട് വലിയ കുടുംബങ്ങളായിരുന്നു, 8 മക്കൾ, 6 മക്കള്, 10 മക്കളൊക്കെ ഉള്ള അവരൊക്കെ ഒന്നിച്ച് കൂട്ടുകുടുംബമായിട്ട് കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്നിപ്പോൾ ആ സഹോദരന്മാരും കുടുംബാംഗങ്ങളും തമ്മിലുള്ള സ്നേഹബന്ധം പോലും മുൻകാലങ്ങളിൽ പോലും ഇല്ലാത്തൊരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മുൻ നഗരസഭാ കൗൺസിലർ സോമൻ മാധവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രധാന അധ്യാപിക പ്രീതി ടീച്ചർ, ഗാന്ധി യൂത്ത് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് ബിജോയ് ശ്രാമ്പിക്കൽ, ഡീഗൽ ഹോംസ് MD ഡീഗൽ, ഗാന്ധി യൂത്ത് മൂവ്മെന്റ് താലൂക്ക് പ്രസിഡന്റ് പ്രദീപ് മത്തേപ്പറമ്പൻ, ഷിബിൻ മന്നം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പറവൂർ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനൊരു ഇത് ചെയ്യാൻ കാര്യം, ഞങ്ങളിവിടെ ഒരു ബിസിനസ്സുമായിട്ടാണ് നമ്മുടെ കടന്നു വന്നത്. അന്ന് കുട്ടികൾക്കുള്ള ചെറിയ ബുക്സുകൾ, കുട്ടികളൊക്കെ ഇങ്ങനെ വരച്ച് പഠിക്കുന്ന പടമൊക്കെ ഉള്ള ബുക്കുകൾ കൊണ്ട് എല്ലാ സ്കൂളുകളും ഞങ്ങൾ തീർന്നു കഴിഞ്ഞു. ഏകദേശം ഒരു 15 ടീച്ചറിപ്പോൾ സെൻറ് മേരീസിലാണ് 17 വർഷം മുമ്പ് പെരുമ്പണ്ണ. സോറി. അപ്പം അങ്ങനെ കുട്ടികളുമായിട്ടൊരു കണക്ഷൻ കുഞ്ഞുനാൾ മൂലം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ടീച്ചേഴ്സുമായിട്ട് ഞങ്ങളുടെ ജീവിതം അങ്ങനെയാണ്, സ്കൂളുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ കുട്ടികളുമായിട്ട് ഒരു ബന്ധം വെച്ച് ഞങ്ങളൊരു ഫ്രണ്ട്സ് ക്ലബ് ഉണ്ടാക്കി 2009 മുതൽ ദൈവകൃപയാൽ ഈ സമയം വരെയും അത് ചെയ്യുന്നു. കഴിഞ്ഞ വർഷം നമ്മുടെ ഓഫീസിൽ വെച്ചായിരുന്നു പല്ലാന്തുരത്തിൽ. ഇപ്പോൾ അവിടെ ചെയ്യാനൊരു സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് ചെയ്യാത്തത്. എനിക്ക് ബഹുമാനപ്പെട്ട രക്ഷകർത്താക്കളോട് പറയാനുള്ള 2 വാക്കുകൾ. ഒരുപാട് നല്ല നല്ല മെസ്സേജുകൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു, ഇനി ഇതിലുപരി ഒന്നും കിട്ടാനില്ല. രക്ഷകർത്താക്കളായ അമ്മമാരോടും അച്ഛന്മാരോടും പ്രത്യേകിച്ച് പറയുന്നത്, എൻ്റെ റോൾ മോഡൽ എൻ്റെ അച്ഛനാണ്. എൻ്റെ റോൾ മോഡൽ എന്ന് പറയാൻ കാര്യം അച്ഛൻ എനിക്ക് തന്ന മാതൃകയും അച്ഛൻ എനിക്ക് തന്ന സ്നേഹവും അച്ഛൻ എന്നെ കരുതിയതും ആണ്. അച്ഛൻ മരിച്ചുപോയി കഴിഞ്ഞ വർഷം, പക്ഷെ അച്ഛൻ്റെ പേര് പറയുമ്പോൾ അഭിമാനമാണ്. അച്ഛനാണ് എനിക്കിതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുവാനും എനിക്ക് മറ്റൊരാളെ സ്നേഹിക്കാനും മറ്റൊരാളോടൊപ്പം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നൊരു പാഠം തന്ന അച്ഛനാണ്. അമ്മയും മോശമെന്നല്ല പറയുന്നത്, പക്ഷേ എനിക്ക് പറയാനുള്ളത് രക്ഷകർത്താക്കൾ ഇങ്ങനെ അമ്മയെ തന്നെയാണ്. അമ്മയുടെ കൂടെയാണ് കുട്ടി എപ്പോഴും ഉണ്ടാകുന്നത്. അതിലുപരി ടീച്ചേഴ്സിൻ്റെ കൂടെയാണ്. ഏറ്റവും കൂടുതൽ ഒരു കുഞ്ഞ് വളരുന്നത് രക്ഷകർത്താക്കളോടൊപ്പം അല്ല, മറിച്ച് ടീച്ചേഴ്സിനോട്. ഓർത്ത് നോക്കിയേ, ഏകദേശം അവർ LKG മുതൽ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ അവസാന കാലഘട്ടം വരെ അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സിൻ്റെ കൂടെയാണ്. അമ്മമാർക്കും അച്ഛന്മാർക്കും കുഞ്ഞുങ്ങളെ താലോലിക്കാനും സ്നേഹിക്കാനും കുറച്ച് സമയമാണ് കിട്ടുന്നത്. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മക്കൾക്ക് മക്കൾക്ക് ഏറ്റവും കൊടുക്കുന്ന സമ്പാദ്യം എന്ന് പറയുന്നത് നല്ല സംസ്കാരവും വിദ്യാഭ്യാസവുമാണ്. ഈ 2 കാര്യമുള്ളവർ ലോകത്ത് എവിടെ പോയിരുന്നാലും തോൽക്കത്തില്ല. വിദ്യാഭ്യാസം എന്തെന്ന് ചോദിച്ചാൽ എഴുതാനും വായിക്കാനും, അതാണ് മെയിൻ. എഴുതുക, വായിക്കുക. അപ്പം ഇവിടെ ടീച്ചർ എഴുതി വെച്ചത് കാര്യം എനിക്ക് വായിക്കണമെന്ന് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളോട് എങ്ങനെ ഇടപെടണം, അത് സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നമുക്കിപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാറില്ല കുഞ്ഞുങ്ങൾക്ക്, അല്ലെങ്കിൽ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ, അങ്ങനെ ഒരു വാക്കേ ഞങ്ങൾ ഉപയോഗിക്കാറില്ല. ഇന്ന് വരേക്കും ഫേസ്ബുക്കിലോ 2017 വർഷമായി എൻ്റെ സ്ട്രിക്റ്റ് ഓർഡറാണ്, ഒരു ഫേസ്ബുക്കിലോ ഒരു യൂട്യൂബിലോ ഒന്നും ഞങ്ങൾ കൊടുത്ത ഒരു പരിപാടിയുടെ ഫോട്ടോയും വന്നിട്ടില്ല, ഇത്രയും പക്ഷമായിട്ടും വന്നിട്ടില്ല. അപ്പോൾ അതിന് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു കടമയാണ് ചെയ്യുന്നത്, മനസ്സിലായിക്കൊള്ളു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കിട്ടുന്ന ഇത് മക്കളെ നല്ല രീതിയിൽ വളർത്തുക. മാത്രമല്ല, സാറ് നേരത്തെ പറഞ്ഞതുപോലെ മയക്കുമരുന്ന്, അതുപോലെ തന്നെ കഞ്ചാവ് പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ നമ്മൾ പെൺകുട്ടികളെ പ്രത്യേകിച്ച് 1ാം ക്ലാസ് ഇന്നത്തെ കാലഘട്ടം അറിയുന്നുണ്ടല്ലോ. ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, അങ്ങനെ പറയാൻ പറ്റുന്ന വാക്കുകളൊന്നുമില്ല. നമ്മുടെ കുട്ടികളെ വളരെ ക്ലിയർ ആയിരിക്കും. നമ്മളെ കുട്ടികളെ അടുത്ത് വിടുമ്പോൾ, നമ്മളെ കുട്ടികളെ റോഡിൽ വിടുമ്പോൾ
ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ നമ്മളെ കുട്ടികളെ അയൽപ്പക്കത്ത് വിടുമ്പോൾ എപ്പോഴും നിങ്ങൾ ഒരു കണ്ണുണ്ടായിരിക്കണം. കാരണം ആ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്.